സോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രൻസ് രംഗത്ത് ഏറ്റവും മികച്ച വിജയങ്ങൾ സമ്മാനിക്കുന്ന പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ അങ്ങനെ 2026 നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള ക്രാഷ് പ്രോഗ്രാമുകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓൺ ആക്കിയതിന് ശേഷം അവിടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് തന്നെ നമ്മുടെ brilliantpala.org എന്ന നമ്മുടെ വെബ്സൈറ്റ് ആണ് വരുന്നത്. ആ വെബ്സൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്രാഷ് കോഴ്സ് 2026 എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു പേജിലേക്കാണ്. ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ക്രാഷ് 2026 നീ JKM ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ഇതാണ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ഈ ഒരു പേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് 2026 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ്. ഇനി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സൈഡിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പേജിനെ പറ്റി മൊത്തത്തിൽ പറയുവാണെങ്കിൽ ക്രാഷ് കോഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു കോഴ്സ് ബ്രോഷറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഇവിടെ സ്റ്റുഡൻറ്റ് ID നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത്, അതായത് മറ്റേതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് ID അതുപോലെ പാസ്വേഡൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റ് ഉപയോഗിക്കുന്നത്, അതായത് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ തൊട്ട് താഴെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ആ ഇമെയിലിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഫോൺ നമ്പറിലേക്കുമാണ് നമ്മുടെ OTPയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ലഭിച്ച OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ സബ്മിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ടോപ്പ് കോർണറിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് കാണുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റഡിങ് ഇൻ ക്ലാസ് 4 മുതൽ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12, അതുപോലെ തന്നെ ഫോർ ക്ലാസ് 12th പാസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് കുറച്ചുകൂടെ നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. +2 പാസ് ആർക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാവുന്നതാണ്. എനിവേ ഞാനിപ്പോൾ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12th തന്നെയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റഡിങ് ഇൻ ക്ലാസ് 12 എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. സോ ആ ഒരു സേവ് ഓപ്ഷൻ കൊടുത്തപ്പോൾ തന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏതെല്ലാം കോഴ്സസ് ആണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ കാണാം ക്രാഷ് 2026 പ്രോഗ്രാം എന്ന് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വ്യൂ കോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് യെസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രാഷ് കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യമേ നോക്കുവാണെങ്കിൽ ക്രാഷ് 2026 മെഡിക്കൽ ഓൺലൈൻ, അതുപോലെ മെഡിക്കൽ ഓഫ്ലൈൻ, മെഡിക്കൽ ഹൈബ്രിഡ്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം എഞ്ചിനീയറിംഗ് ഓൺലൈൻ, എഞ്ചിനീയറിംഗ് ഓഫ്ലൈൻ, എഞ്ചിനീയറിംഗ് ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. ഇതെന്തെല്ലാമാണെന്നുള്ളത് വളരെ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞേക്കാം. മെഡിക്കൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ മൊത്തം തന്നെ ഓൺലൈൻ ആയിരിക്കും. ആ ബാച്ചുകൾ നമ്മളിപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ബാച്ച് ഡിസംബർ 1 ആരംഭിക്കാനും പോവുകയാണ്.
പോവുകയാണ്. മെഡിക്കൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ ഫുള്ളി ഓഫ്ലൈൻ ആയിരിക്കും. ഈ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ +2 ബോർഡ് എക്സാംസിന് ശേഷമായിരിക്കും. അപ്പോൾ ഫുള്ളി ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് വേണ്ടത്. അതായത് ഒരു ക്ലാസ് റൂമിൽ വന്നിരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫ്ലൈൻ ബാച്ചാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്. ആ ഒരു ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതും. അടുത്തത് ഹൈബ്രിഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അതായത് ഹൈബ്രിഡ് ബാച്ചിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ആ ബാച്ചിൽ, അതായത് ഹൈബ്രിഡ് ബാച്ചിലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് ശേഷം തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്യാനുള്ളത് ക്രാഷ് 2026 മെഡിക്കൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ബാച്ചാണ്. യെസ്, നമുക്ക് അവിടെ കാണാൻ സാധിക്കും കമൻസിങ് ഓൺ ആഫ്റ്റർ ബോർഡ് എക്സാം എന്നുള്ളത്. ഓക്കെ, അവിടെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇപ്പോൾ നമ്മൾ ആ ഒരു ക്രാഷ് 2026 മെഡിക്കൽ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, കമൻസിങ് ഓൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം ഒക്കെ വായിക്കുക. ആൻഡ് ആ ഒരു പേജിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിന് വേണ്ടി 32 സെൻറ്ററാണ് കേരളത്തിലുടനീളം ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സെലക്ട് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അടൂർ, ആലപ്പുഴ, അങ്കമാലി, അങ്ങനെ 32 സെൻറ്ററുകൾ ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാല എന്നുള്ള സെൻറ്റർ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നുള്ളൊരു ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡിസംബർ 2025 എന്നുള്ളത്. അവിടെ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാല എന്ന സെൻറ്റർ ക്ലിക്ക് ചെയ്തു. സെലക്ട് പ്രിഫേർഡ് ബാച്ചിൻ്റെ അവിടെ ഡിസംബർ 2025 എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മറ്റൊരു പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സെക്കൻഡറി ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ +2 ഡീറ്റെയിൽസ് ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ HSE, CBSE, ISC ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് CBSE ആണ് അവിടെ എൻ്റർ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിൽ നമ്മൾ ഏത് ബോർഡ് എക്സാമാണ് അറ്റൻഡ് ചെയ്തത് എന്നുള്ളതാണ് അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. വീണ്ടും നമ്മുടെ ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ സെലക്ട് സ്ട്രീം എന്നും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം CBSE, SSLC, ICSC, അതേഴ്സ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അഗൈൻ ഞാൻ ഫോർ മൈ കൺവീനിയൻസ് CBSE ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് CBSE എന്ന് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പേജ് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ക്ലാസ് 10 ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇയർ ഓഫ് പാസിങ് വരുമ്പോൾ ഒരു ലിസ്റ്റ് കാണാം, ഏത് വർഷമാണ് നമ്മൾ 10ാം ക്ലാസ് പാസ്സായത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 2024 എന്നുള്ള വർഷമാണ്. ഓക്കെ, റിസൾട്ട് സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. പാസ്റ്റ്, ഓഫ് കോഴ്സ് പാസ്റ്റ് എന്ന് കൊടുക്കുക. അടുത്തത് ക്ലാസ് X മാർക്കാണ്. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ നേടിയ മാർക്ക്. അത് ഔട്ട് ഓഫ് 500 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു 450 കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷണലാണ് കേട്ടോ. പ്രീവിയസ് എൻട്രൻസ് എക്സാം, അതായത് 2025 നീറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണെങ്കിൽ അതിലെ സ്കോർ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അല്ലെ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമ്മുടെ പേജ് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയ വർഷം ഫില്ല് ചെയ്യുക. 720 നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പിന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൻ്റെ ഒരു PDF അല്ലെങ്കിൽ ഒരു PNG ഫയലും, അത് 1 MB താഴെ സൈസുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ 2025 നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ഓപ്ഷനോട് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല നിങ്ങൾ +2 ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ, നീറ്റ് എക്സാം എഴുതിയില്ല എങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്യുക. എന്നിട്ട് അവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്നുകൂടി ശ്രദ്ധിച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പേജാണിത്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുവെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്താണോ അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക.
സോ കൺഫേം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ സൈറ്റ് നമ്മളോട് പറയുകയാണ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നുള്ളത്. അതായത് നമ്മുടെ പ്രൊഫൈൽ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പേജ് ആണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ കൊടുത്ത ID, പേര്, ഫോൺ നമ്പർ എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നെയിം, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, അടുത്തത് ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നിങ്ങൾ അവസാനമായി പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് ഫ്രം വിച്ച് കൺട്രി യു ആർ ഫ്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. വളരെ കാഷ്വൽ ആയിട്ടുള്ള അതുപോലെ സെൽഫി പോലത്തെ ഫോട്ടോസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനൊരു ഫോട്ടോ എല്ലാവരും കരുതി വെക്കുക. ഓക്കെ, അവിടെ അപ്പോൾ ആ ഒരു സർക്കിൾ നമുക്ക് കാണാം. ആ സർക്കിളിന് താഴെയായിട്ട് ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ എന്തെല്ലാം, അതിൻ്റെ ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, അതിൻ്റെ സൈസ് എത്ര, അത് ഫോർമാറ്റ് എത്ര, അതിൻ്റെ ഡയമെൻഷൻ എത്ര മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സോ ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴേക്ക് പോവുകയാണ് എങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾ രജിസ്റ്റർഡ് ആയി എന്നാണ് അർത്ഥം. നമുക്ക് ആ പേയ്മെൻറ്റ് ഓപ്ഷൻസോടെ ഞാൻ നോക്കിയേക്കാം. മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, പേ ഓൺലൈൻ അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. പേ ഓഫ്ലൈൻ അതായത് ഒരു ബാങ്കിൽ നേരിട്ട് ചെന്നാണ് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെല്ലാൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ആ ചെല്ലാൻ ഫോമും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത ബാങ്കിൽ ചെന്ന് ഓഫ്ലൈനായി തന്നെ നമ്മുടെ ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അടുത്തത് പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ എല്ലാവരും ഡെയിലി ലൈഫിൽ ഒരുപാട് ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അനായാസമായ രീതിയിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയധികം ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്കത് ഒരു QR കോഡും സ്കാനറും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ബാച്ച് ഉണ്ട്, ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്, ഹൈബ്രിഡ് ബാച്ച് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തത് ഓഫ്ലൈൻ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷനാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബാച്ചുകളിലേക്കും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ആ ഒരു ബാച്ച് മാത്രം സെലക്ട് ചെയ്യുന്നിടത്താണ് ഒരു വ്യത്യാസമുള്ളത്. ഓക്കെ, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന 2026 നീറ്റ് എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ക്രാഷ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 2026 നീറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.